നമസ്കാരം. ഞാൻ ടിനി ടോം. ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിന്റെ അമ്മേ എൻ്റെ വണ്ടി കല്ലെറിയാൻ പോയി, മനസ്സിലായ? വണ്ടിയിലോട്ട് കല്ലെറിയാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായ? കല്ല് എറിഞ്ഞിരുന്നെങ്കിൽ എടുത്തുകൊണ്ടാണ് നിന്നെ നിന്റെ മോനെ വിജിലൻസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും, പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും. അതെന്താ ഇവനാണോ വിജിലൻസുകാർക്കും പോലീസുകാർക്കും ചെലവിന് കൊടുക്കണേ? പിഷാരടി ഇതിൻ്റെ അത് ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. പറ ചേട്ടാന്ന് പറഞ്ഞു അവൻ പറയിപ്പിച്ചാണ്. പക്ഷെ ഇതൊരു തമാശ മാത്രമാണ്, അല്ലാതെ ഒരാളുടെ പേഴ്സണൽ ഫാമിലിനെ ഇൻസൾട്ട് ചെയ്യൂ. ഈ കുട്ടൻ തമ്മിൽ തന്നെ എല്ലാം തമാശയാ. പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ഒരു തമാശയായിട്ട് തന്നെ എടുക്കണം. ചേട്ടന്റെ കോമഡി തന്നെ നമ്മൾ സ്റ്റേജിൽ കണ്ടിട്ടില്ലേ? ചേട്ടൻ കാണിക്കുന്നതെല്ലാം അസല് കോമഡിയാണെന്നും നാട്ടുകാരെല്ലാം അത് കണ്ട് ചിരിക്കുകയാണെന്നും കൈയടിക്കുകയാണെന്നുമാണ് പുള്ളിയുടെ ഒരു കോൺസെപ്റ്റ്. അത് തന്നെയാണ് റിയൽ ലൈഫിലും കൊണ്ടുവന്നിരിക്കുന്നത്. ആ സെയിം സാധനം ആ സെയിം ട്രാക്കിലൂടെ തന്നെ 10 വർഷമായിട്ട് AMMAയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് പറ്റത്തില്ല. അതിപ്പം കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരാണെങ്കിലും ശരി, സ്വന്തം അയൽക്കാരാണെങ്കിലും ശരി കേട്ടോ. അതിൽ പറയാനുള്ള കാരണമേ ഞാൻ നല്ല രീതിയിൽ 2-3 വോയിസ് ക്ലിപ്പിനകത്ത് വെക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അൻസിബ കൊടുത്തിട്ടുള്ള പരാതിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം. കാരണം ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി സ്വന്തം നാട്ടുകാർക്ക് പോലും ഉപദ്രവകാരിയാ. അപ്പൊ പിന്നെ എങ്ങനെയാ സ്വന്തം സഹപ്രവർത്തകർക്ക്, അതും ഒരു താഴെത്തട്ടിൽ നിന്ന് അങ്ങോട്ട് വളർന്നു വരുന്ന ഒരു വ്യക്തിക്ക് ടിനി ടോമിന്റെ അടുത്ത് വല്ല എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുവോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമാ ഫീൽഡിലെ ഗുണ്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വീഡിയോ ചെയ്ത് പല കാര്യങ്ങളും അവിടുന്ന് ഇവിടുന്ന് കേൾക്കും എടുക്കും, പല വോയിസുകളും ഒക്കെ പുറത്ത് വരുമ്പോഴത്തേക്കിന് ആളൊരു കില്ലാടി തന്നെ. നമ്മൾ കാണുന്ന മറ്റേ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും എല്ലാം കൂടെ ഒറ്റ ഫിഗറിനകത്ത് കാണിക്കുന്ന ആ ഒരു ആക്ഷൻ ഹീറോ മാത്രമൊന്നും അല്ല അണ്ണ. ആള് സെറ്റപ്പൊക്കെ തന്നെ കേട്ടോ. അത് വേറൊരു കാര്യം. ഭയങ്കരമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു വോയിസ് എടുത്ത് കേൾപ്പിച്ചില്ലേ? കമന്റ് ഇടുന്നവരെ വരെ അങ്ങോട്ട് വിളിച്ച് തന്തയ്ക്ക് വിളിക്കുക, അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് തന്തയ്ക്ക് വിളി കേൾക്കുക. എന്തൊക്കെ ഉല്ലാസങ്ങളായില്ലേ ഒരു മനുഷ്യന്. പടമില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉല്ലാസങ്ങളിൽ ഏർപ്പെടുവോ? എനിക്കറിയത്തില്ല. അപ്പൊ അൻസിബയുടെ പരാതി നമുക്ക് ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. എന്റെ അടുത്ത് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ആ വനിതാ സെല്ലിൽ പോവാൻ നിർബന്ധിതയായതും ഞാൻ ആ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചതും അത് കഴിഞ്ഞിട്ടുള്ള ഓൺലൈൻ മീറ്റിംഗില് ലക്ഷ്മിപ്രിയ ചേച്ചി ആർജവത്തോടെ പറയുന്നതും ഞാനത് പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അത് സോൾവ് ചെയ്യുന്നത് വരെ എന്റെ കൂടെ പ്രസിഡന്റ് ശ്വേത ചേച്ചി നിന്നു എന്ന്. അതെന്തൊരു വലിയ ഇരട്ടത്താപ്പാണ്. ഈ കേസിനെ പറ്റി ആദ്യം തൊട്ട് പറയുമ്പോഴേ അൻസിബ പറയുന്ന പേരുകളാണ് ഈ ശ്വേതാ മേനന്റെ ആണെങ്കിലും ലക്ഷ്മിപ്രിയയുടെ ആണെങ്കിലും പിന്നെ ഇവരുടെ ജനറൽ സെക്രട്ടറിയുടെ ആണെങ്കിലും കുക്കുവിന്റെ പേരാണെങ്കിലും. അപ്പം ഈ ഒരു കേസിനെ പറ്റി സംസാരിക്കാൻ, അതായത് ടിനി ടോമുമായിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഒരു പാനൽ രൂപീകരിക്കാൻ പോയപ്പോഴത്തേക്കിന് സെക്രട്ടറിയും പ്രസിഡന്റും ഇല്ലാത്തൊരു പാനൽ ഇല്ലാന്ന്. അതായത് സെക്രട്ടറിയും പ്രസിഡന്റിന്റെ മേലിലാണ് ഈ കേസ് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ അവരില്ലാത്ത ഒരു പാനലോ? അതെന്താണ് അങ്ങനെ? സത്യം പറഞ്ഞാൽ അതൊരു ഇരട്ടത്താപ്പ് തന്നെയാണ്. ആ ഒരു പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കണമെന്ന് അമ്മ അല്ലെങ്കിൽ ആ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂട്ടമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ സാധനം ആരെയും സോഫ്റ്റ് ചെയ്യാനും കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് വെക്കാൻ ഇടയായ സാഹചര്യം. കാരണം ഇതിനകത്ത് ചിലപ്പോൾ പലരും കാണുന്നുണ്ടായിരിക്കും അൻസിബ പറയുന്നത് ശരിയല്ലായിരിക്കാം, ടിനി ടോം അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളല്ലായിരിക്കാം എന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ അയൽക്കാർക്ക് വരെ പറയാനുള്ളത് ഇതിൽ ഗംഭീരമായിട്ടുള്ള കാര്യം. 10-60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെയൊക്കെ അഭിസംബോധന ചെയ്യുകയും സംസാരിക്കുന്നതൊക്കെ അണ്ണാ വേറെ ലെവലാ. അണ്ണാ ഈ കോമഡികളൊക്കെ മറ്റേ കോമഡിയാണോന്ന് അറിയത്തില്ല, എന്നാലും സ്റ്റേജിൽ കുറെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അത് മാത്രമല്ല റിയൽ ലൈഫിൽ അണ്ണൻ കിട്ടില്ലവാ. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്റെ പ്രൊഫൈലിൽ ഉൾപ്പെടെ ഒരുപാട് അടുത്ത് കണ്ടു കാണുമായിരിക്കും. ടിനി ടോമിന്റെ മകൻ വന്ന് നിന്ന് തന്തയ്ക്കും തള്ളയ്ക്കും പച്ചയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലോട്ട് നോക്കിക്കൊണ്ട്. ആ വീടിന്റെ പിന്നാമ്പുറത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയാണ്. ശബരീഷ് എന്നാണ് ആളുടെ പേര്. അതിലേക്കൂടെ കാർ സ്പീഡിൽ പോയതിന്റെ ഭാഗമായിട്ടുണ്ടായത് തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയാണ് ഈ ഒരു രീതിയിലേക്ക് വന്ന് അവസാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ടിനി ചേട്ടൻ അങ്ങനല്ല, ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം അവിടെ ആകെ ഇളക്കി മറ്റേ കാട്ടാന കാട്ടി കയറുന്നതാണല്ല കാട്ടാന്റെ നാട്ടിൽ കയറുന്ന കണക്ക് വന്ന് 2 കുലുക്കൊക്കെ കുലുക്കി 2 ബൈക്ക് കൊമ്പത്തും മൂക്കിലൊക്കെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയി കളഞ്ഞ്. ഹൈലൈറ്റ് സാധനം. ആദ്യം നമുക്ക് അണ്ണന്റെ ആ ഒരു വോയിസ് കേൾക്കാം, അതായത് ഈ ശബരീഷുമായിട്ട് ഉണ്ടായിട്ടുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത്. എന്റെ പേര് ശബരീഷ് എന്നാണ്. എല്ലാവർക്കും എന്നെ അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്റെ നാട്ടുകാർക്ക് എന്നെ നന്നായി അറിയാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ വീഡിയോ ഒക്കെ നല്ല വൈറലായിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം. ചിലവർ കാര്യം അറിഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നു, ചിലവർ കാര്യം അറിയാതെ കമന്റ് ഇടുന്നു. അതിപ്പോ ശരിയാണ്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കമന്റ്സ് ഒക്കെ ഉണ്ടാവും. അതില് ഒരു വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിയോട് പൂർവ്വവൈരാഗ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ ഈ പറയുന്ന വ്യക്തി ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി എന്റെ ലൈഫിനെ കാര്യമായി ബാധിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി
പെരിയാർ ഹെർമിറ്റേജിൽ എന്ന് താമസിക്കാൻ വന്നോ അന്ന് മുതൽ ഭയങ്കരമായ ഭരണ പരിഷ്കാരങ്ങൾ, അതായത് ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പെരിയാർ ഹെർമിറ്റേജ് എന്ന് പറയുന്ന ഒരു കോളനിയിൽ വന്നപ്പോ ഈ കോളനിയിലുള്ള സകല അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ സെലിബ്രിറ്റി എന്നുള്ളൊരു, അതായത് അവൻ വന്നു അവന്റെ കൂടെ നടക്കണവനൊക്കെ സെലിബ്രിറ്റിയാണ്. ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യന്മാരും ഒരു സെലിബ്രിറ്റിയാണ്. ഈ പറയുന്ന ശബരീഷിന് ഈ ടിനി ടോമിനോടുള്ള ആ ഒരു വൈരാഗ്യം വ്യക്തമായിട്ട് നമുക്ക് ആ ലാംഗ്വേജിനകത്ത് മനസ്സിലാവുന്നുണ്ട്. കാണും, വൈരാഗ്യം കാണും. കാരണം അമ്മാരി പരിപാടിയല്ലേ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ മൊത്തം കേട്ട് നോക്ക്, അപ്പൊ അറിയാം എന്തൊക്കെയാ ചെയ്ത് കൊടുത്തെന്നുള്ളത്, ചെയ്ത് കാണിച്ചു കൂട്ടെന്നുള്ളൊരു കാര്യം. ഈ ഒരു വോയിസ് ക്ലിപ്പ് ആദ്യമായിട്ട് വന്നത് യൂഷ്വൽ സൈക്കോയുടെ ചാനലിലാണ്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഈ സാധനം എടുത്തിരിക്കുന്നത്. അവനുമായിട്ടാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ വോയിസും നിങ്ങൾക്ക് കേൾക്കാം. അവൻ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവൻ വ്യക്തമായിട്ട് എന്നെ ചോദിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം. ഞാൻ കമ്പനിപ്പടിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഓക്കെ, നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം. ഇവരാദ്യമായി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ മകൻ, അതായത് അന്ന് എന്റെ മകൻ രാജശ്രീ പബ്ലിക് സ്കൂളില് LKG പഠിക്കുകയായിരുന്നു. ഞങ്ങള് വില്ല നമ്പർ 80 താമസിക്കുമ്പോ ആ വില്ലയുടെ അവിടം വരെയുള്ള അവന്റെ ബസ് അങ്ങോട്ട് നിർത്തലാക്കി. ബസ് ഗേറ്റിന് പുറത്ത് വന്നാൽ മതി, കാരണം വലിയ വണ്ടിയാണ്, റോഡ് ചീത്തയാവും. ഇതേ സെയിം ട്രാക്ക് തന്നെയല്ലേ അൻസിബയുടെ സൈഡിൽ ഉണ്ടായിരിക്കുന്നത്. ടിൻടോം കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ആരെങ്കിലും മാറ്റം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് അടിച്ചിരുത്തുക. അതിന്റെ ഭാഗമായിട്ട് വായി തോന്നിയതൊക്കെ പറയുക, കാണിക്കുക, ചെയ്യുക. അത് തന്നെയാണ് നാട്ടുകാരുടെ അടുത്തും കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സ്വന്തം അസോസിയേഷനിലും കാണിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഈ ശ്വേതാ മേനോന് വീണ്ടും വീണ്ടും സപ്പോർട്ടുകൾ വാരി കോരി കൊടുക്കാനായിട്ട് എന്തെങ്കിലും അന്തർധാരയുണ്ടോ? എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈ വ്യക്തി ബ്രോ, എന്റെ ഒരു സംശയം, ഞങ്ങൾ വെക്കേഷൻ വന്നേക്ക് മുന്നേ ഞാൻ സ്വിറ്റ്സർലാൻഡിലും അല്ല UK-ലും പോർച്ചുഗലിലൊക്കെ ചെറിയ ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോ ഞങ്ങൾ വെക്കേഷൻ വന്നേക്ക് മുമ്പ് നടന്ന സംഭവം ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോ ഞങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കളഞ്ഞു. ഓക്കെ, അല്ല എന്റെ ഒരു സംശയം, അവര് ചോദ്യം ചെയ്യാൻ ഈ ടിനി ടോം അവിടെ വരുന്നതിന് മുമ്പ് അവിടെ താമസിച്ചോണ്ടിരുന്ന ആൾക്കാരല്ലേ നിങ്ങള്? പറയേണ്ടവരോട് ഞാൻ നല്ല മറുപടിയും കൊടുത്തു. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോയില്ല. ഇതെന്താണ് റേഡിയോ? അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണ്ട. നിങ്ങൾ എന്ത്, നിങ്ങൾക്ക് പറയാനുള്ള മാത്രമല്ല കേൾക്കണ്ട, അവൻ പറയുന്നുണ്ട് കേൾക്കണ്ടേ? നമ്മളെന്ത് വേണം ഇത്? ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ വില്ല നമ്പർ 41ലേക്ക് മാറി. ഒരു ചെറുതായിട്ട് വാങ്ങുന്നുള്ള ഒരു ഇതിലൊക്കെ നമ്മൾ മാറി. അല്ല ബ്രോ, കാര്യങ്ങളും എന്റെ ഒരു സംശയം ചോദിക്കട്ടെ? ഹലോ, അങ്ങനെ ഇരിക്കെ ആണ്. അപ്പൊ അതിനു മുന്നേ പല കംപ്ലൈന്റുകളുണ്ട് ഈ വണ്ടി ഓടുന്നതിന്റെ. വണ്ടി ഓടിച്ചോട്ടെ, മാന്യമായി വണ്ടി ഓടിച്ചോട്ടെ, പിള്ളേരല്ലേ. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പിള്ളേരല്ലേ, അവർ ഈ പ്രായത്തിൽ കാണിച്ചില്ല ഏത് പ്രായത്തിൽ കാണിക്കാനാ എന്ന് പറഞ്ഞ പോലെ ഓടിച്ചോട്ടെ. പക്ഷെ അത് മാന്യമായി മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഓടിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയാണ് കേട്ടോ. അപ്പൊ പലവട്ടം ഇത് പോയി ഞാൻ അസോസിയേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തപ്പോഴൊന്നും ആർക്കും വലിയ ഇതൊന്നുമില്ല, ചലനങ്ങളൊന്നുമില്ല. ഹലോ ബ്രോ, നമ്പർ 41ലേക്ക് മാറി മോനും ഞാനും കൂടി മുൻവശത്ത് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ വണ്ടി ഈ പയ്യനെ ഓടിച്ചോണ്ട് പോണേ. അതായത് ടിനി ടോമിന്റെ മകൻ ആഡമോ എന്തോ ഹവയോ അങ്ങനെ എന്തോ പേരാണ് ആ ചെറുക്കന്റെ. വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു. ഞാൻ ആ പയ്യനെ, നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായില്ല, വേറൊരു കുട്ടി വഴി നമ്പർ കിട്ടി. ഞാൻ അവനെ മാന്യമായി വിളിച്ചു സംസാരിച്ചപ്പോൾ ഈ പയ്യന്റെ കൂടെ ഒരു പയ്യനുണ്ട്, ഫാരിസ് അബൂബക്കറിന്റെ പെങ്ങടെ മോൻ എന്നാണ് പറയുന്ന ഈ പയ്യൻ. അവന്റെ കൂടെ ഇപ്പൊ ആ ചെറുക്കൻ മാത്രമേ ഉള്ളൂ കൂട്ടുകാരന്മാരായിട്ട്. ബാക്കി എല്ലാവരും ഇവൻ കാരണം തന്നെ ഒഴിഞ്ഞു. വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് ഒരു മെക്കാനിസം, ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ലോജിക്ക് എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. അവന്റെ കാശിന്റെ ഹുങ്ക് എല്ലാം. ഞാൻ ഇപ്പൊ ഈ പയ്യനെ വളരെ അസഭ്യം പറഞ്ഞു, അതിന്റെ റെക്കോർഡൊക്കെ എൻ്റെ ഉണ്ട്. അസഭ്യം പറഞ്ഞു. ഞാൻ അവന്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു, ചേച്ചി ഇതൊക്കെയാണ് ചേച്ചി കാര്യങ്ങൾ. അപ്പൊ ഇവര് അടുത്ത വഴിക്ക് ചോദിച്ചത്, ശബരീഷ് മുമ്പും ഈ വണ്ടിയുടെ സൗണ്ടിനെ പറ്റി പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയാതെ എനിക്ക് അരോചകത്വം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് പരാതിപ്പെടുക. ആസ് ആൻ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റേതായ മൗലിക അവകാശങ്ങളുണ്ട്, ഇല്ലേ? ശരിയല്ലേ? അതെ അതെ. അപ്പൊ ബേസിക്കലി ഈ വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞാൽ ഓടിക്കുന്ന ആൾക്ക് മാത്രമേ സന്തോഷം കിട്ടൂ. അത് ആ കൈ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കാല് കൊടുക്കുമ്പോഴോ തോന്നുന്ന ഒരു കാര്യമാണ്. പുറത്തു നിന്ന് കേൾക്കുമ്പോഴത്തേനും കാണുമ്പോഴത്തേക്കിനും ഒക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. അതുകൊണ്ടാണ് പോകുന്നു അവൻ്റെ അമ്മയ്ക്ക് വായു ഗുളിക മേടിക്കാനായിട്ട്. ചെന്ന് കയറിക്കോടും, ഇപ്പൊ തീരും. എന്തോരം കാര്യങ്ങളായാലും അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്.
നേരത്തെ വണ്ടിക്കകത്ത് സൈലൻസർ എടുത്ത് മാറ്റി ചേമ്പറും കയറ്റി വെച്ച് പട അടിച്ച് അവസാനം തീയൊക്കെ വരുമായിരുന്നു അതിനകത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര കാതിന് എന്തൊരു സുഖമാണെന്നറിയോ. ഞങ്ങൾ ഇവിടുന്ന് ആ വഴി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇച്ചിരി ഇരുണ്ട വഴി, അതിനകത്ത് അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകും. കോളേജിലോട്ട് പോകുമ്പോഴാണ് ആ ഒരു ഫീല് കിട്ടുന്നത്, ഞാൻ പോകുന്നെന്നുള്ള. ആൾക്കാർ മൊത്തം അറിയും ഞാൻ പോകുന്നുള്ളത്. അതേ കണക്കാണ് ക്ലാസ് കട്ട് ചെയ്ത് വരുവാണെങ്കിലും അറിയും ഞാൻ ദാ വന്നെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അറിയിച്ച് നടന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പമായിരുന്നു. എന്നാൽ കമ്പാരിറ്റീവ്ലി കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് കോപ്പ് റോഡ് നിൽക്കുമ്പോഴത്തേക്കിന് ഓരോന്നിങ്ങനെ സൗണ്ട് വെച്ചോണ്ട് പോകാൻ പറ്റില്ല, പെരുക്കും അങ്ങ്. ഈ പറഞ്ഞ ഡയലോഗൊക്കെ എൻ്റെ വായിലും വരും. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെക്കുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ ആലോചിക്കും, പണ്ട് ഞാൻ ഇങ്ങനെ പോയപ്പോൾ എത്ര എണ്ണം എന്നെ പ്രായമായിട്ടുണ്ട്, ആ പ്രാക്കാണല്ലോ ഇപ്പം ഞാൻ പറയുന്നതെന്നുള്ളത്. ആ അവസ്ഥ ഒരുപാട് പേർക്ക് ഉണ്ടാവും ബ്രോ, സത്യമായിട്ടും. നിങ്ങൾ അതങ്ങ് മാറ്റിയേക്കുക എന്ന് പറഞ്ഞ് ഇലക്ട്രിക് വണ്ടി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പരാതിപ്പെട്ടു. ബ്രോ ഹലോ, വലിയ നീക്കമൊന്നും ഉണ്ടായില്ല. അല്ല ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ? ഹലോ, എനിക്കൊരു സംശയമുണ്ട്. അതായത് നിങ്ങൾ അവിടെ താമസിക്കാൻ വന്നതിന് ശേഷം, അതിന് ശേഷമല്ലേ ടിനി ടോം ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് താമസിക്കാൻ? ഞാൻ 9ാം ക്ലാസ് തുടങ്ങി അവിടെ ഉള്ള ഒരാളാണ്. ഓക്കെ. അതിനുശേഷമാണ് ടിനി ടോം ഒക്കെ അവിടെ വന്നിട്ട് എത്ര വർഷമായി? സത്യം പറഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തെ ഈ കോളനിയിൽ കാണുന്നത് 2019 ഞാൻ ഒമാനിൽ നിന്ന് വരുമ്പോഴാണ് ഇയാൾ ഇവിടെ താമസമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ നിർത്തി പോരുമ്പോ. ഓക്കെ, നിങ്ങളുടെ ഫാമിലി അവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത്? ഓക്കെ, ശരി. ഓക്കെ, ബാക്കി പറയൂ. 2021 ഞാൻ യുക്രൈനിലേക്ക് പോകുന്നത്. ഓക്കെ. സോ 2024 ജൂലൈ 26 ഞാനും എന്റെ വൈഫും കൂടി വെക്കേഷൻ വരുന്ന. എന്റെ മകൻ നാട്ടിലായിരുന്നു. മകനെ കൊണ്ടുപോകാനോ അവന്റെ വിസയുടെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. അപ്പൊ ഒരു ദിവസം ഇതേപോലെ എനിക്ക് തോന്നുന്നു മാർച്ച് 14 2025 ഈ ഇൻസിഡന്റ് നടക്കുന്നത്. മാന്യമായി കാര്യം പറഞ്ഞു, അവനെ തെറി പറഞ്ഞു. ഞാൻ അവന്റെ അമ്മയടുത്ത് കാര്യം പറഞ്ഞു, അമ്മയുടെ കാര്യം പറഞ്ഞു. ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്ത് 2-3 പേർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ. സോ അന്ന് രാത്രി ഏകദേശം ഒരു 9:30 to 10:30, ഞാൻ അറിയുന്നില്ല, ഫോൺ സൈലന്റിലായിരുന്നു. ഭയങ്കര കോളാണ്, സുരിതര കോളാണ്. ഞാൻ കോള് നോക്കിയപ്പോ ഈ പയ്യനാണ്, താഴത്തേക്ക് വാ, 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് കിടന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ടൂറിന്റെ ഇതായതുകൊണ്ട് കോട്ടുകൾ കൊടുക്കലും പാക്കേജ് കൊടുക്കലും ഒക്കെയാണ് നമ്മുടെ പരിപാടികൾ. എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ സിനിമയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചേട്ടാ പറഞ്ഞപ്പോ മനസ്സിലായി ഒരു ചെറിയ ഡൗട്ട്. അതായത് ഞാൻ പറഞ്ഞു, മോനെ 7:30 നമുക്ക് രാവിലെ ഇവരിത് വല്ല FM-ലോട്ടോ വല്ലോണോ വിളിച്ചത്, അല്ല റേഡിയോയിലോട്ടോ വല്ലോണോ വിളിച്ചത്, റെക്കോർഡിക്കലായിട്ട് ഇങ്ങനെ പുറത്തു കൊടുത്തോണ്ടിരിക്കുന്നതൊക്കെ. ഡയലോഗൊന്നും അടിക്കണ്ട, പേടിയാണ് അവിടെ ഇരുന്നോളാം. അല്ല എന്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഹലോ എന്ന് പറഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി. എന്നെ അവൻ മനഃപൂർവ്വം താഴത്തേക്ക് വിളിച്ചിറക്കിയതാണ്. ഞാൻ അവന്റെ അടുത്ത് നീ എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതല്ല. അവൻ വന്നപ്പോ തന്നെ എനിക്കറിയാം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. കാരണം ഇതിനു മുന്നേ ഇവന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്. ആ കേസ് നല്ല രീതിയിൽ ഒതുക്കി തീർത്തിട്ടുണ്ട്. ആ വണ്ടി ടോട്ടൽ ലോസിൽ പോയി. ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത്. ഇതൊന്നും പുറം ലോകം അറിഞ്ഞില്ല, അതൊക്കെ തേച്ച് മാച്ച് കളഞ്ഞു. ഓക്കെ. ദെൻ വന്നപ്പോഴത്തേക്കും കണ്ടല്ലോ, നിങ്ങൾ വീഡിയോയിൽ കണ്ടു. ഓക്കെ, അപ്പൊ ഈ പയ്യന്റെ ഇൻ ബിറ്റ്വീൻ ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി ആ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവൻ അറിയായിരുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ടിനി ടോമിന്റെ മകൻ കഞ്ചാവ് അടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണാനായിരിക്കും. അപ്പൊ എനിക്ക് പബ്ലിക്കിനോട് ചോദിക്കാനുള്ളത്, ഇയാള് പറയുന്നത് ഇയാള് സെലിബ്രിറ്റി ആണെന്ന്, ഇയാളുടെ വളർച്ചയിൽ പലർക്കും കണ്ണുകടിയാണെന്ന് പറയുന്നു. ഇങ്ങനെ വളർച്ചയിൽ നിൽക്കുന്ന ഒരാളുടെ മകൻ രാത്രി വേറൊരാളുടെ കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ മതിലിന്റെ പുറത്ത് നിന്നിട്ട് ഈ ജാതി കാണിക്കുമ്പോ ഇവർക്കറിയില്ലേ ഇവര് സെലിബ്രിറ്റിയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണെന്ന് ഇവർക്ക് അറിയില്ലേ? എന്ത് ചെയ്തോ വികാരത്തിന് അല്ലെങ്കിൽ എന്ത് ലഹരിയുടെ പുറത്താണ് ഈ ചെറുക്കൻ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്? അത് ഈ ടിനി ടോമിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. താൻ അങ്ങനെയൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ നേരെ മകന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ നേരെ ഉൾട്ടെ ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് പോയി ഒരു താങ്ങി തൂങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തുകൂടെ ഇത് അവന്റെ ഒരു സെറ്റപ്പൊക്കെ, ആ സെറ്റപ്പൊക്കെ മനസ്സിലായി ഇപ്പോഴല്ലേ അണ്ണൻ പമ്പ സെറ്റപ്പ് ആയിരുന്നുള്ള കാര്യം. ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ ചോദിക്കുന്നതിന് അതിൽ കഴമ്പുണ്ടോ? അല്ല, ഉണ്ട്. ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പയ്യന്റെ
കൂത്താണ് ഇവനീ കിടന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കഞ്ചാവെന്ന് യൂസ് ചെയ്തു. ഞാൻ ഓൺ ദ സ്പോട്ട് ഇതായപ്പോഴത്തേക്കും ഒരു വെള്ള വോൾവോ കാർ വരുന്നുണ്ട്, വേറൊരു വണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങള് പോലീസുകാരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇനി വന്നിട്ട് വന്നാ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, എന്നാ നിങ്ങൾ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പോഴത്തേക്കും വണ്ടി എടുത്ത് സ്റ്റേഷനിൽ പോയപ്പോഴും ഈ പറയുന്ന ഈ വ്യക്തി, സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ മിമിക്രിക്കാരൻ എന്ന് പറയുന്ന വ്യക്തി അതിൽ കൂടി ഇങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ. നേരെ ഞാൻ സ്റ്റേഷനിൽ പോയപ്പോ എന്നെ സുജിത്ത് ചീരോത്ത് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഒരു സിംഗടി വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നേ, പുഴയുടെ അങ്ങോട്ട് വന്നേ, നമുക്കിത് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാം. ഞാൻ പറയാം എന്ത് കോംപ്രമൈസ് ആക്കാൻ, എന്താ കോംപ്രമൈസ് ആക്കണ്ടേ? എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ടല്ലേ ചെയ്തേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഈ ടിനി ടോമിന്റെ വീടിന്റെ മുമ്പിൽ നിന്നാണ് ഈ കാണിച്ചിരുന്നെങ്കിലോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അത് വേറെ കേസായനെ, അന്ന് തന്നെ അകത്തായ. അതിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? അല്ല, അന്ന് തന്നെ അകത്തായ. ഞാൻ ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് എടാ നീ എന്നെ മൈരേന്ന് വിളിച്ചില്ലടാ എന്നും പറഞ്ഞു ഞാൻ ആ വീടിന്റെ മുമ്പിൽ പാതിരാത്രി ചെയ്തിരുന്നെങ്കിൽ എന്നെ കൊടുത്തു. അതിന്റെ അക്നോളജ്മെന്റ് എനിക്ക്. ഇതിനുശേഷമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഭവബഹുലമായുള്ള കാര്യങ്ങൾ. അതായത് ടിനി ടോമിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്നും ഒരു കേസിനെ ഏതൊക്കെ രീതിയിലേക്ക് മാറ്റിമറിക്കാൻ കഴിയുമെന്നും ഒരു വാദിയെ എങ്ങനെ പ്രതിയാക്കാൻ കഴിയുമെന്നും ചിന്നച്ചേട്ടനെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ചിന്നച്ചേട്ടന്റെ മോനെ കൊണ്ട് പറ്റും. അത് തന്നെയാണ്, അതേ ഇൻഫ്ലുവൻസ് തന്നെയാണ് നിങ്ങൾ ഇനി സെക്കൻഡ് ട്രാക്കിൽ കേൾക്കാൻ പോകുന്ന ആ അതേ ഇൻസിഡന്റ് തന്നെയാണ് അൻസിബയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സെയിം സാധനം ബട്ട് ഡിഫറൻറ്റ്, അത്രേ ഉള്ളൂ. കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ മൊറോക്കയിലൊക്കെ പോയിട്ട് പെണ്ണുപിടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അതൊക്കെ പോട്ടെ, നമുക്ക് ഇതിനകത്ത് ചർച്ചയായിട്ട് കൊണ്ടുവരുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവം അതിലൂടെ ചർച്ച ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? അൻസിബയുടെ ഒരു വിഷു അത് ഇച്ചിരി ജെനുവിൻ ആയിട്ടുള്ള സാധനമാണെന്നും ആ സാധനത്തിന് വ്യക്തമായിട്ടൊരു നീതി അവരുടെ സംഘടനയിലുള്ളിൽ ലഭിക്കുന്നില്ലെന്നും ഈ പറയുന്ന വ്യക്തിയെ ആ സംഘടനയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ കാരണം. ഇവരുടെ ഈ സംഘടന മീറ്റിംഗ് സമയത്ത് മെയിൻ ആയിട്ടുള്ള ആരും വന്നിട്ടില്ലായിരുന്നു. അതായത് മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയിട്ടുള്ള ആൾക്കാരും വന്നിട്ടില്ല. അപ്പൊ അവരുടെ ഒക്കെ ആ ഒരു പ്രസൻസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു കേസ്, ഈ ഒരു സാധനം എത്രത്തോളം ബലപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി അവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു നിലപാടെടുത്തിട്ട് മാറി നിൽക്കുന്നതായിരിക്കും. ഒബ്വിയസ്ലി മാറി നിൽക്കുന്നതായിരിക്കും. എന്തായാലും ഈ കേസിന്റെ ബാക്കിയും കൂടെ കണ്ടിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. തന്നില്ല. പിറ്റേ ദിവസം രാവിലെ CI മഞ്ജുദാസോ എന്നെ വിളിച്ച് വാൺ ചെയ്തു. ഞാൻ ചോദിച്ചു നിങ്ങളാരാ? ഞാൻ CI ആണ്. ശരി, നിങ്ങൾ ആ വീഡിയോ കണ്ടോ? കണ്ടില്ല. എന്നാ കണ്ടു നോക്കിയിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഒരു SI സാൻവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശബരീഷ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ശബരീഷ്, ആ പയ്യന്റെ ഭാവി നോക്കണ്ടേന്ന്. പയ്യന്റെ ഭാവി നോക്കേണ്ടത് പയ്യന്റെ തന്തേന്നുള്ളതാണ്. അല്ല, പബ്ലിക്കിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ഞാൻ കമ്പനിപ്പടി ജനിച്ചു വളർന്നവനാ. ഞാൻ സ്വിറ്റ്സർലൻഡിലാണ്, UK യിലാണ്, എനിക്ക് ബിസിനസ് ആണെന്ന് പറഞ്ഞു ഞാൻ കമ്പനിപ്പടി കിടന്ന് വലിയ ആള് കളിച്ചു കഴിഞ്ഞാൽ എന്റെ നാട്ടുകാരെന്നെ വെച്ചേക്കുവോ? ഇല്ല, നാട്ടുകാരെന്നെ വെച്ചേക്കുവോ? ഒരിക്കലും ഇല്ല. അവര് തീർക്കും. കാരണം ഏറ്റവും പച്ചൊരു മലയാളത്തിൽ പറഞ്ഞ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു വളി വിട്ട എന്റെ വീട്ടുകാർ സഹിക്കും, പക്ഷെ നാട്ടുകാർ സഹിക്കണമെന്നില്ല. ഇല്ല, ശരിയല്ല? അപ്പൊ അങ്ങനെ ചെയ്ത് ഞങ്ങള് 4 മണിക്ക് ഞങ്ങളോട് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞു. കറക്റ്റ് കൃത്യം. കാരണം നമ്മൾ വിളിച്ചേക്കണ എങ്ങനെയാ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് ചെല്ലുക. 5 മണിയായപ്പോ അച്ഛനും മോനും വന്നു. അച്ഛനും മോനും വന്നിട്ട് അവിടെ കണ്ടത് പിന്നെ കണ്ടതൊക്കെ നാടകീയ മുഹൂർത്തങ്ങള്. കേസ് ശബരീഷിനെതിരെ തിരിക്കും. കാരണം എന്താ, ഞാൻ കഞ്ചാവ് എന്ന പദം യൂസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കോംപ്രമൈസ് ടോക്ക് എന്നും പറഞ്ഞിട്ട് പാലാരിവട്ടത്ത് ഒരു ജിമ്മിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തി. എന്നെയും എന്റെ ഭാര്യയും എന്റെ മകനുണ്ടായി. ഞങ്ങൾക്ക് വൈഫിന് അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു സർജറി ഉണ്ടായിരുന്നു വൈഫിന്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. ഊബർ വിളിച്ചാ പോയത്. ചെന്നിരുന്നപ്പോ ഇവരുടെ മോൻ കാണിച്ച പെറപ്പുകേടിനെ പറ്റി പറയാനല്ല, ഇവര് വാടകക്കാരായിരുന്നു. ഇവൻ നിക്കറിട്ടുകൊണ്ട് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടി നടക്കാറുണ്ട്. അവിടെ ഞാൻ മാത്രമല്ല, ഒരു 60 വയസ്സായ മേലുള്ളവന്മാരൊക്കെ നിക്കറിട്ടുകൊണ്ട് നടക്കണം. രാവിലെ ഓടണാണ്. അപ്പൊ യൂറോപ്പിൽ ബിക്കിനി ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും ഇവര്? ഞാൻ യൂറോപ്പിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരാണ്. എനിക്ക് പെർമനന്റ് റെസിഡൻസി ഉള്ളതാ പോർച്ചുഗലില്. യൂറോപ്യൻ സംസ്കാരം അങ്ങനെയാണ്. ഇവിടെ ടോപ്ലെസ് ബീച്ചുകളുണ്ട്. ഇവിടെ ബിക്കിനി ഇട്ട് റോട്ടിൽ കൂടി നടക്കുന്നുണ്ട് സമ്മർ ടൈമില്. ഞാനൊരു ഷോർട്സും ടീഷർട്ടും, ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളൂ. ഇവർക്ക് ഇവരുടെ മകൻ കാണിച്ച കുരുത്തക്കേടിനെ പറ്റിയൊന്നല്ല പറയാനുള്ളത്. മനസ്സിലായി. നമ്മളെ അങ്ങോട്ട് അപമാനിക്കുക ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്. മോൻ കാണിച്ച പറപ്പുകേട് അവർക്ക് മറക്കണം. അതും കഴിഞ്ഞു. വൈഫ് പോന്നു, ഞാനും മോനും കേറി പോന്നു. ഒരു ദിവസം എന്റെ അമ്മ എന്നെ വിളിച്ചേക്കാണ്. എടാ ഇവനെ കൊണ്ട് തലയ്ക്ക് സൗകര്യമില്ല, ജീവിക്കാൻ സമ്മതിക്കണം. പക്ഷെ എന്തു പറ്റി? ഇവൻ ബഹളം ഉണ്ടാക്കിയാണ് പോണത്. ഞാൻ വീട്ടുകാർ, എന്റെ പ്രായം 60 വയസ്സിന് മേലെ പ്രായമുണ്ട് അമ്മയ്ക്ക്. അച്ഛന് 70 വയസ്സായി. വീടിന്റെ മുമ്പിൽ കൂടി ബഹളം ഉണ്ടാക്കിയാ പോണത്.
അപ്പൊ അമ്മ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അമ്മ എടുത്ത് പറയാണ്, നിന്റെ മോനെയും വിജിലൻസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും, പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും. അതെന്താ, ഇവനാണോ വിജിലൻസുകാർക്കും പോലീസുകാർക്കും ചെലവിന് കൊടുക്കണേ? സിനിമാ നടനായതുകൊണ്ട് എന്ത് തോന്നിയാസം എന്ത് വൃത്തിയോട് കാണിക്കാന്നാണോ? മനസ്സിലായി. അല്ല, ഇത് ആ പയ്യൻ പറഞ്ഞെന്നല്ലേ പറയുന്നത്? ഞാൻ അതിനുശേഷം ഞാൻ അവനെ വിളിച്ചപ്പോ നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞ നീ ചെയ്ത് കാണിക്കടാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ 2 പോലീസുകാരെ വിട്ടേക്കാണ്. അല്ല ബ്രോ, എന്റെ ഒരു ഡൗട്ടാണ് ഇത് അർത്ഥം എന്താ? അല്ല ഇത് ഒരുപാട് പരാതികളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇതൊന്നും മുഖവരിക്ക് എടുക്കാറില്ല. ബ്രോ, ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞാൽ മതി. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടിനി ടോം ആണോ ഇത് വിളിച്ചു പറയുന്നത്, അതോ മകനാണോ ഈ വീടിന്റെ അമ്മയുടെ അടുക്കൽ ഇങ്ങനെ പറയുന്നത്? അല്ല, അമ്മയോട് പറഞ്ഞത് ആരാണ്? ഞാൻ ആ വോയിസ് കേൾപ്പിച്ചു തരാം. അമ്മയോട് പറഞ്ഞതിന് ശേഷം ഞാൻ അവനെ ഫോൺ വിളിച്ചതല്ല, അവൻ എനിക്ക് വോയിസ് ആയിട്ട് ഇട്ടത്. നിന്റെ അമ്മ കല്ലെറിഞ്ഞെങ്കിലേ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം, ഞാൻ അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാണ് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ വോയിസ് ഉണ്ട് അതിന്റെ. ഓക്കെ, മനസ്സിലായി. എന്റെ സകല പ്രൂഫും ഉണ്ട് ബ്രോ ഇവനെ അഗൈൻസ്റ്റ് ആയിട്ട്. മനസ്സിലായി. ഞാൻ വെറുതെ വായിച്ചാലടിക്കണല്ല. മനസ്സിലായി. അതിനുശേഷം ഈ കഴിഞ്ഞ മാർച്ചില് ഈ പയ്യനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ ഹിൽ പാലസ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. അതല്ല, അതൊക്കെ എവിടെ പോയെന്ന് പോലും അറിയില്ല. എന്നിട്ട് എന്റെ വീഡിയോ പ്രചരിച്ചു എന്നും പറഞ്ഞ് ഇവൻ വീണ്ടും ഒരു എൽദോ എന്ന് പറയുന്ന പോലീസിനെ ഇവൻ വാട്സപ്പിൽ കംപ്ലൈന്റ് അയച്ചു കൊടുത്തേണോ. വീട്ടിലിരുന്ന് പരാതി എഴുതി വാട്സപ്പിൽ സ്കാൻ ചെയ്ത് കംപ്ലൈന്റ് അയച്ചു കൊടുത്തിട്ട് ഈ എൽദോ എന്ന് പറയുന്നവൻ എന്റെ അച്ഛനെ വിളിച്ചിട്ട് ഇതിനെ പറ്റി ഒന്നും അറിയാത്ത സീനിയർ സിറ്റിസൺസ് ആയ എന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് 4 മണിക്കുള്ളിൽ ശബരീഷ് ഇത് വിഡ്രോ ചെയ്തില്ലെങ്കിൽ ശബരീഷിനെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിൽ കൊണ്ടുവരും. അപ്പൊ ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു, ടിനി ടോമിന്റെ ചെലവിൽ നാട്ടിൽ വരാനാണ് എന്റെ യോഗം, അതാണ് എന്റെ യോഗം എന്ന് ഞാൻ കരുതി സമാധാനിക്കുന്നു പറഞ്ഞു. പിന്നെ ആട് കിടന്നോടത്ത് പൂട പോലുമില്ല. അതിനുശേഷം അൻസിബ എന്ന് പറയുന്ന കുട്ടി, ഇവിടെ നാട്ടുകാർക്കേ അവനെ കൊണ്ട് ചൊറിച്ചിലാണ്, സഹിക്കാൻ പറ്റുള്ള. പിന്നെയാണോ സഹപ്രവർത്തകർക്ക്? അതെ, ശരിയാണ്. അല്ലെ, സ്വന്തം, അതായത് ഇവൻ കമ്പനിപ്പടി വന്ന് താമസിക്കുന്നവനാ. കമ്പനിപ്പടിക്കാർക്കേ ഇവന്റെ ശരി, ഇവൻ വലിയ ആനയുടെ കൂരാണ്. ഇവന്റെ പെറ്റ തള്ള താമസിക്കുന്ന ദേശായി ഹോംസിലാ. തിരിഞ്ഞു പോലെ അവൻ നോക്കാറില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞോടെ ചോദ്യം ചെയ്താണ്. അവന്റെ അമ്മ എന്റെ വീട്ടിൽ വന്ന് എന്തിനാ ശബരീഷ് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഞാൻ നുണയൊന്നും പറഞ്ഞിരുന്നല്ലോ. മണിമാളികയും കാറും മസ്താങ്ങും മറച്ചതാങ്ങും എല്ലാം ഉണ്ട് അല്ലെ. നമ്മളൊക്കെ വലുതാകുമ്പോ നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളിൽ പൈസ കൂടുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അതേപോലെ പരിപോഷിപ്പിക്കാൻ നോക്കണേ. എന്നിട്ട് ഇവൻ മാത്രം എന്താ ഇവന്റെ അമ്മയെ വേറെ വീട്ടിൽ താമസിപ്പിച്ചേക്കണേ? പിന്നെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ അവന്റെ സംസ്കാരം, അവന്റെ സൗകര്യം, ഞാനതൊന്നും പറയാൻ ആളല്ല. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഈ ഓൺലൈൻ മീഡിയത്തിൽ കൂടി എന്റെ വീഡിയോ പ്രചരിപ്പിച്ചു. ഞാൻ നുണയൊന്നും പറഞ്ഞിട്ടില്ല അതില്. മനസ്സിലായി. വ്യക്തമായ തെളിവുകളോട് ഞാൻ പറഞ്ഞേക്കണേ. ഹിൽ പാലസ് പോലീസ് പിടിച്ചത് 3 ഗ്രാം കഞ്ചാവ് കൈവശം വെക്കാന്നാണ്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട ബ്രോ, കാരണം ആ വേർഡ്സ് പ്രശ്നമാണ്. ഇവൻ ആരുടെ വാങ്ങുന്നു, ഇവൻ ഇത് യൂസ് ചെയ്യുന്നതിന്റെ എല്ലാ പ്രൂഫും എന്റെ ഉണ്ട്. ഓക്കെ. അല്ല, നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകണ്ട. ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നും പറഞ്ഞു വീണ്ടും അവൻ വാട്സപ്പിൽ പരാതി അയച്ചു കൊടുത്തേക്കണം. ഒരു ജോസ് എന്ന് പറഞ്ഞ SI എന്റെ ഫാദറിനെ വിളിച്ചേക്കണം. ഓക്കെ. എനിക്കുണ്ടായിരുന്ന ഒരു പൈസയുടെ കേസ് 35,65,000 എന്റെ കൂട്ടുകാരൻ ഡിക്സൺ തിരുവനന്തപുരത്തുള്ള 25 ലക്ഷം രൂപയുടെ. ഞങ്ങളുടെ ആലുവ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പോ ഏതാണ്ട് എന്താ പറയാ തമാശ കേൾക്കാൻ പോയ പോലെയാണ്. മനസ്സിലായി. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടോമിനെ പോലുള്ളവരെ ഉണ്ടാക്കിയാൽ മാത്രമേ പോലീസുകാർ ഉണ്ടാക്കുക? അതോ സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ? അതോ ടിനി ടോം ആണോ ആലുവ സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ പോലീസുകാർക്ക് കുറച്ച് ചായവുള്ളതാണ് ഈ മാതിരി ജാതി ഐറ്റത്തിനോട്? മനസ്സിലായി. ഓക്കെ ബ്രോ. ഉടനെ ഈ ഫ്ലാറ്റിലത്തെ സെക്രട്ടറി ഒരു ലേഡിയാണ്. ഇവരോട് ഭയങ്കര കൂറ. ഏത് ഫ്ലാറ്റിലെ ഹൗസ് ഓണർ ആയിരുന്ന ആളെ വിളിച്ചിട്ട് നിങ്ങൾ ആ വീട് കൊടുത്തോ, എന്തിനാ അവർക്ക് കൊടുത്തേ, അവര് നല്ല ആളുകളൊന്നും അല്ല, എന്താ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ? മനസ്സിലായി. അല്ല, അത് കൂടാതെ ഇപ്പൊ ഈ ടിനി ടോം ബ്രോയുടെ ഭയങ്കരമായിട്ട് ഡീഫോം ചെയ്യുക. മനസ്സിലായി. ആൾക്കാരെ ഭയങ്കരമായിട്ട് ആളുകളുടെ മുമ്പിൽ നാണം കെടുത്തുക. മനസ്സിലായി. നിങ്ങളുടെ വികാരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇയാൾ കാരണം ബുദ്ധിമുട്ടായി എന്നുള്ളത്. ഇങ്ങനെ
ഇനി നാളെ എന്റെ പേരിൽ കേസ് വരട്ടെ, അപ്പൊ അതിനുള്ള പ്രൂഫും കൂടി ഞാൻ ഹാജരാക്കാം, എന്തൊക്കെയാ നടക്കണേന്നുള്ളതിന്റെയൊക്കെ. ഇവനൊക്കെ സ്കോട്ട്ലൻഡിലും UK യിലും മൊറോക്കോയിലൊക്കെ വന്ന് കാണിക്കണേന്റെ വീഡിയോ ഒക്കെ എന്റെ ഉണ്ട്. ഇവനൊക്കെ എന്റെ പേര് വീഡിയോയിലുണ്ട്, എന്റെ വീഡിയോ ഉണ്ട്. മനസ്സിലായി. എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഏറിടാം. പിന്നെ ഈ ചെറുക്കൻ കഞ്ചാവ് യൂസ് ചെയ്യണേന്റെ, ഇവൻ വാങ്ങണേന്റെ, ഇവന്റെ ബ്രോ വെറുതെ ശബരീഷ് വായിത്താളടിക്കണല്ല. ഞാനത് ടിനി ടോമിന്റെ കൊച്ചനോടും ടിനി ടോമിനോടും ഞാൻ മലയാളത്തിൽ പറഞ്ഞ, മോനെ എന്നെ ഉപദ്രവിക്കാൻ വരരുത്, ഞാൻ ആരോടും അങ്ങോട്ട് എന്ന് കയറാറില്ല. അത് നിങ്ങൾ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോകാറില്ല. എന്റെ വീട്ടുകാരുടെ കാര്യം നോക്കി എന്റെ കുടുംബത്തില് ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ആളുമാണ്. അത് എന്റെ സൗകര്യം, എന്റെ വീട്ടിലിരുന്ന് ഞാൻ കഴിക്കുന്ന പറഞ്ഞ് മറ്റുള്ളവരുടെ മേത്തോട്ട് കയറാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല കായികാഭ്യാസികളെ കമ്പനിപ്പടിക്കാര്. മനസ്സിലായി. ആൻഡ് ചേട്ടാ ഈ ലാസ്റ്റ് ആയിട്ട് പേര് മാറ്റണം എന്ന് പറഞ്ഞതിൽ വളരെയധികം ക്ഷമ ഞാൻ പറയുന്നു. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റണില്ല. കാരണം ഒരുപാട് മഹാരഥന്മാരിടുന്നതാണ് ഈ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ, ശരിയല്ലേ? അതെ 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 ശരിയാണ്. മരിച്ചുപോയ നമ്മുടെ നടൻ മുരളി, അതെ. അല്ല എനിക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുക. അവരൊക്കെ കൂടി തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷനിൽ ഇവനെ പോലെ നിലവാരമില്ലാത്തവരെയൊക്കെ പിടിച്ച് ഇരുത്തുമ്പോൾ അതിന് അമ്മ എന്നാണോ പേരിടേണ്ടത്, അല്ലെങ്കിൽ അമ്മായിയമ്മ എന്നാണോ, അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് എന്നാണോ ഇടേണ്ടത്? ഞാൻ പെൺകുട്ടി എത്ര അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി എത്ര വിഷമകരമായിട്ട് അവരുടെ വിഷമം ഇതാക്കണ. ഇതൊന്നും ഒരു പറ്റം ചേച്ചിമാർക്കൊന്നും ഇതൊന്നും കണ്ണിനേരെ കണ്ടുകൂടാ. എത്ര ലാഘവത്തോടു കൂടിയാ അവര് സംസാരിക്കുന്നത്. അവനോനും നൊന്താലേ ഇതാവുള്ളൂ, ശരിയല്ലേ? അതെ അതെ സത്യമാണ്. സ്വന്തം കുടുംബത്തിലെ ഒരുത്തനോ അല്ലെങ്കിൽ സ്വയം നോവുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതെ അതെ കറക്റ്റ് ആണത്. അല്ല ശരിയല്ലേ? അതെ അതെ കറക്റ്റാണ്. ഞാൻ അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ചേട്ടനായിട്ട് ലൈക്ക് ഒരു വോയിസ് എന്തോ വീട്ടുകാരുടെ അടുക്ക് വന്നിട്ട് സംസാരിച്ചതും അത് നിങ്ങൾക്ക് വോയിസ് അയച്ചതും അത് നിങ്ങളുടെ കയ്യിൽ കിടപ്പുണ്ടല്ലോ അല്ലേ ഇപ്പോഴും? ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആലുവ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും? ആലുവ പോലീസ് സ്റ്റേഷൻ ടിനി ടോമിന്റെ അല്ലേ, പിന്നെ ഞാൻ കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. ഇവിടെ വേറെ എങ്ങോട്ടെങ്കിലും പരാതിയായിട്ടും ചേട്ടൻ മുന്നോട്ട് പോയിരുന്നു? കോംപ്രമൈസ് ആക്കാനായിട്ട് അവിടെ ആര് വന്നാലും വാദ്യം പ്രതിയാക്കണ ഒരു തടിയനുണ്ട്. അവനെയൊക്കെ ആരാണാവോ പോലീസിലെടുത്തേ? ഞാൻ അത്യാവശ്യം ഇപ്പോഴും ഒരു പാക്കൊക്കെ ഉള്ള ഒരു ബോഡി ബിൽഡറാണ് ഞാൻ. എന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവൻ എന്നെ ഒരു പുച്ഛഭാവത്തില് അവന്റെ തോളത്ത് ടിനി കൈയിട്ടുകൊണ്ട് ഇവർക്കൊന്നും വേറെ പണിയൊന്നും എന്നുള്ള രീതിയില്. അപ്പൊ എന്റെ വൈഫ് എന്റെ അടുത്ത് പറയാ, നീ സൈൻ ചെയ്ത് കൊടുത്തേക്കടാ, വേറെ പണിയൊന്നുമില്ലേ. ഇനി ഞാൻ ആലുവ സ്റ്റേഷനിൽ പോയിട്ട് ആരുടെ കാലം നക്കേണ്ടത്? മനസ്സിലായി. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല അല്ലേ? ആർക്കും വേറെ പണിയില്ലേ? മനസ്സിലായി. ആ എഴുതണ സമയവും ആ കളയണം മഷി ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പരിപാടികളൊന്നും ചെയ്യാം. മനസ്സിലായി. ഒരു തവണ ആ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ഒരു തവണ കൊടുത്തപ്പോ ശബരീഷിനെതിരെ കേസ് എടുക്കണം. അവൻ പറയാണ് സിയുടെ മുമ്പിൽ ഇരുന്ന് ടിനിച്ചേട്ടൻ ആലോചിക്ക്. ഞാൻ ആദ്യം പറയുന്നത് കേസായിട്ട് തന്നെ പോട്ടെ. എന്റെ ഒരു ഫാമിലി ഫ്രണ്ട്, പുള്ളി രാഷ്ട്രീയത്തിൽ പാർട്ടിയിലുള്ളതാണ്, കോൺഗ്രസ് പാർട്ടിയിലുള്ളതാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് കയറി പോകണ്ടതല്ലേ, നീ ഇതിനു വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നേ? ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? എന്റെ ഫാദറിന്റെ ക്ലാസ്മേറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞോണ്ട് മാത്രമാണ്. മനസ്സിലായി. ഒതുങ്ങണ്ട വന്നു അല്ലേ? ഞാനൊരു കാര്യം പറയാട്ടോ, ഇതൊക്കെ വല്ല പാണ്ടിലോറിയുടെ ഇടയിലും പോവുള്ളൂ. എനിക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. എനിക്ക് 40 വയസ്സായി. യൂറോപ്പിൽ ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. ഇവരൊക്കെ ഈ കഞ്ചാവ് പിടിച്ച് ആരെങ്കിലൊക്കെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഈ ചെറുക്കനൊക്കെ ഏതെങ്കിലും പാണ്ടിലോറി കയറി തീരും. പൊതുജനം എന്ന് പറയുന്ന കഴുത മറ്റേ ഇവന്റെ സിനിമ കണ്ടും റിയാലിറ്റി ഷോയ്ക്ക് റീച്ച് കൂട്ടിയിട്ടാണല്ലോ ഇവൻ മസ്താങ്ങും മർച്ചതാങ്ങും ഒക്കെ മേടിച്ചത്. അല്ലാതെ ഇവന്റെ അമ്മ ഇവന്റെ ഗർഭപാത്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഒരു കയ്യില് മസ്താങ്ങും വേറൊരു കയ്യില് ബെൻസും അവന്റെ കഴുത്തില് തേങ്ങാകൊലയായിട്ടൊന്നുമല്ല വന്നത്. അല്ലല്ല, പക്ഷെ ഇപ്പൊ അത്യാവശ്യം ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള വിഡ്ഢികളായ ജനങ്ങൾ ഇരുന്ന് കക്കക്കാന്ന് ചിരിച്ചും റേറ്റിംഗ് കൂട്ടിയും സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്നും എന്നിട്ട് സെലിബ്രിറ്റിയും മറ്റേ മെഗാസ്റ്റാറും ആക്കിയവർക്ക് ഞങ്ങളെ പോലുള്ള ജനങ്ങളെ കാണുമ്പോ പുച്ഛം. ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടാവും? ഇല്ല ഒരിക്കലും ഇല്ല.
നിങ്ങളൊരു സാധാരണക്കാരനെ പോലെ സംസാരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, ഞാൻ ചോദിക്കണം, അല്ലല്ല, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇയാൾക്കെതിരെ. അല്ല, ഇവിടെ മൊത്തത്തിൽ ജീവികളോട് കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറാം. മനസ്സിലായി. വളരെ സങ്കടമുണ്ട്. പക്ഷെ നമ്മളെ ഒരുമാതിരി കളിയാക്കുക, ആലുവ സ്റ്റേഷനിൽ കളിയാക്കി. മനസ്സിലായി. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്, ഞാൻ എന്തിനാ വന്നേ? കട്ടോ, ഞാൻ മോട്ടിച്ചോ, പിടിച്ചു പറിച്ചോ? പബ്ലിക് അതില് മഞ്ജുദാസോ എന്തോ ഒരു പേരാണ്. കണ്ടില്ലേ ടിനി ചേട്ടന്റെ ഓരോരോ ലീലാവിലാസങ്ങൾ, എന്തൊക്കെ പരിപാടിയല്ലേ കാണിക്കുന്നത്. കുറുമ്പിച്ചിരി കൂടുതലാ ഈ ഒരു ചെറുപ്രായമല്ല, ഈ മുതുക്ക് പ്രായത്തിൽ എന്തൊക്കെ പരിപാടികളല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ഇമ്മണി ആണോ? ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഘടനയ്ക്കുള്ളിലും പല വ്യക്തികൾക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നാട്ടുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വ്യക്തി വന്ന് തുറന്നു പറഞ്ഞു. ഇനി തുറന്നു പറയാത്ത എത്ര ആൾക്കാർ ഇനി വേറെ കാണുമായിരിക്കും, സിനിമ പേടിച്ച് സിനിമ കിട്ടത്തില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. ഇടയ്ക്ക് കമന്റ് ബോക്സ് ഇത്രയും വിളിച്ചവനെ പിന്നെ നമ്മൾ എടുത്തോണ്ട് വന്നായിരുന്നു. ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകൾ കൊണ്ടുവന്നു. ടിനി ടോമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭീഷണി, വോയിസ്, സ്വരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളു. പുള്ളിയുടെ കോമഡിയൊക്കെ അങ്ങ് ഔട്ട്ഡേറ്റഡ് ആയിട്ട് വന്നിരിക്കും. അത് ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആയി. അതുകൊണ്ട് ഈ സാധനം ഇപ്പം അങ്ങ് താഴെ പോയി. കാരണം എല്ലാ ഫിഗറും ഒറ്റ സാധനത്തിലാണ് വരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പം കാര്യമില്ല. മിമിക്രി ചെയ്യുന്ന മഹേഷേട്ടനൊക്കെ കയറി മേളിലോട്ട് വരുമ്പോഴത്തേക്കിന് യാത്ര പറ്റത്തില്ല മൊക്കതേ. ഓക്കെ, അപ്പം ഇതാണ് ചിരിച്ചേട്ടന്റെ സ്വഭാവം ഇത് തന്നെ ആയതുകൊണ്ടാണ് ഇത്രയും വിഷ്യൂസ് വീണ്ടും ക്രിയേറ്റ് ആയിട്ട് വരാനുള്ളൊരു കാര്യം. അപ്പം ശരി.